ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 45 മുതൽ ഉള്ള ശ്ലോകങ്ങളാണ് മനനത്തിനായി എടുക്കാൻ തുനിയുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ എടുത്ത പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതില് വേദവാദരഥന്മാരെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. അവർ പുഷ്പിതങ്ങളായിട്ടുള്ള വാക്കുകൾ പറയും. അവരുടെ ജീവിത വീക്ഷണം കാമാത്മാക്കളാണ് അവര്. അതുപോലെ സ്വർഗപരായണന്മാരാണ്. അവരുടെ ബുദ്ധി വ്യവസായാത്മികമായിരിക്കില്ല. വ്യവസായാത്മികമായ ബുദ്ധി ഏകമാണ്. അനേകങ്ങളിലേക്ക് ശാഖാചംക്രമണം ചെയ്യുന്ന ബുദ്ധിയാണ് അവ്യവസായാത്മികമായിരിക്കുന്നത്. അത് ഈ അവിവസ്ഥിതന്മാരായിട്ടുള്ള, അവിവേകികളായിട്ടുള്ള, വേദവാദരഥന്മാരായിട്ടുള്ള, കർമ്മകാണ്ഡികളായിട്ടുള്ള ആളുകളുടെ ബുദ്ധിയാണ്. അതുകൊണ്ട് ഭഗവത്ഗീത നമ്മളെ കർമ്മയോഗത്തിലേക്ക് നയിക്കുകയാണ്. കർമ്മയോഗവും കർമ്മവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കുറച്ച് മനസ്സിലാക്കി. കർമ്മത്തില് കാമം ഉണ്ടായിരിക്കും. എല്ലാ മനുഷ്യരും കർമ്മം ചെയ്യുമ്പോൾ അതിലൊരു ആഗ്രഹം വെച്ചു പുലർത്താറുണ്ട്. ആ കർമ്മത്തിന്റെ ഫലം തങ്ങൾക്ക് അനുകൂലമായി വരണമെന്നുള്ള ഒരു ആഗ്രഹം ആ കർമ്മത്തിന്റെ പിന്നിലെ ഉദ്ദേശ്യമായിട്ടിരിക്കുന്നുണ്ട്. നിഷ്കാമമായി കർമ്മം ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിന് നല്ല അവബോധം ആവശ്യമുണ്ട്. അധ്യാത്മ സാധനകൾ ആവശ്യമുണ്ട്. സ്പിരിച്വൽ എവല്യൂഷൻ ആവശ്യമുണ്ട് നമുക്ക്. അങ്ങനെ അധ്യാത്മതലത്തിൽ പരിണമിച്ചിട്ടുള്ളവര് കർമ്മയോഗത്തെ നിപുണമായി ചെയ്യുന്നത് അവരുടെ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ചിത്തശുദ്ധിയിലൂടെ മാത്രമാണ് ഒരു വ്യക്തിക്ക് ജ്ഞാനനിഷ്ഠ കൈവരിക്കാനായിട്ട് കഴിയുള്ളൂ. ജ്ഞാനനിഷ്ഠയാണ് ഒരു മനുഷ്യന്റെ പരമപുരുഷാർത്ഥത്തിലേക്കുള്ള വാതായനം. മോക്ഷത്തിലേക്ക് കടക്കുന്നത് ജ്ഞാനത്തിലൂടെ മാത്രമാണ്. ജ്ഞാനം ആർജിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളുടെ അന്ധകരണത്തെ തെളിമയുള്ളതാക്കണം, നൈർമല്യമുള്ളതാക്കണം. അത് സൂക്ഷ്മതലത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് നമ്മുടെ സാധാരണ ചിന്ത കൊണ്ടത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. എന്തെന്നാൽ നമ്മുടെ അന്ധകരണം നിർമ്മിച്ചിരിക്കുന്നത് 3 ഗുണങ്ങൾ കൊണ്ടാണ്. പ്രകൃതിയുടേതായ 3 ഗുണങ്ങൾ: സത്വം, രജസ്, തമസ്. ഇതിൽ സത്വഗുണം മുൻഗമിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ അന്ധകരണത്തിന് തിളക്കം ഉണ്ടാകുന്നത്. സത്യത്തെ അതേപോലെ കാണാൻ കഴിയുന്ന അന്ധകരണം സത്വഗുണപ്രധാനമാണ്. സത്യം എന്തെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മൾ അന്ധകരണത്തെ രജസിൽ നിന്നും തമസിൽ നിന്നും ഉയർത്തി സത്വത്തിലേക്ക് വളർത്തുന്ന പ്രക്രിയയാണ് ശരിക്കും ഈ കർമ്മയോഗയിലൂടെ സാധ്യമായിട്ട് തീരുന്നത്. ഇവിടെ ഇന്ന് നമുക്ക് 45-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ത്രൈഗുണ്യ വിഷയാ വേദാഃ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥഃ നിർയോഗക്ഷേമ ആത്മവാൻ. ത്രൈഗുണ്യ വിഷയാ വേദാഃ. ത്രൈഗുണ്യ വിഷയാ വേദാഃ. വേദങ്ങള് ത്രൈഗുണ്യ വിഷയാഃ. നിസ്ത്രൈഗുണ്യഃ ഭവ അർജുന. നിർദ്വന്ദ്വഃ നിത്യസത്വസ്ഥഃ നിർയോഗക്ഷേമഃ ആത്മവാൻ.
ഈ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത് വേദാഹ, വേദങ്ങളെ കുറിച്ചാണ്. വേദങ്ങളിൽ പ്രധാനമായും കർമ്മകാണ്ഡ ഭാഗമായിട്ടുള്ള സംഹിതാഭാഗത്തെയാണ് പരാമർശിക്കുന്നത്. വേദങ്ങൾ വിപുലമായ ഒരു സാഹിത്യ സഞ്ചയമാണ്. അതിന് സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, അതുപോലെ ഉപനിഷത്തുകൾ എന്ന് പറയുന്ന 4 ഭാഗങ്ങളുണ്ട്. അതിൽ അവസാനം പറഞ്ഞ ഉപനിഷത്തുകൾ വേദത്തിന്റെ മുഖ്യാർത്ഥത്തെ, മുഖ്യ താല്പര്യത്തെയാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഉപനിഷത്തുകളെ നമ്മൾ വേദത്തിന്റെ അന്തം എന്ന അർത്ഥത്തില്, അന്തം എന്നതിന് ഫൈനലൈസ്ഡ് നോളജ് എന്നാണ്. അതിന്റെ ലക്ഷ്യാർത്ഥമായിരിക്കുന്ന, വേദത്തിന്റെ ലക്ഷ്യാർത്ഥമായിരിക്കുന്ന താല്പര്യത്തെയാണ് ഈ ഉപനിഷത്തുകളിലൂടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഉപനിഷത്തുകളെ വേദാന്തം, വേദങ്ങളുടെ അന്തം എന്ന അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി പോരുന്നു. ഇവിടെ വേദങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് കർമ്മകാണ്ഡമെന്നും ജ്ഞാനകാണ്ഡമെന്നും 2 ഭാഗങ്ങളുണ്ട്. അതിൽ കർമ്മകാണ്ഡത്തിനാണ് ഇവിടെ വേദങ്ങൾ എന്ന അർത്ഥത്തിൽ ഭഗവത്ഗീത ഉപയോഗിച്ചിട്ടുള്ളത്. വേദാഹ ത്രൈഗുണ്യ വിഷയാഹ, ത്രിഗുണ വിഷയങ്ങളാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. ത്രിഗുണ വിഷയങ്ങൾ എന്ന വാക്കിന്റെ അർത്ഥം, ത്രിഗുണങ്ങൾ എന്തെന്ന് നമ്മൾ അറിയണം. 3 ഗുണങ്ങൾ. ഇത് ഗുണം എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിലും ആത്യന്തികമായി ഈ ഗുണങ്ങൾ മായയുടെ തന്നെ ഒരു ഭാഗമാണ്. നമുക്ക് മിഥ്യാഭ്രമം ഉണ്ടാക്കുന്നതാണ് ഈ ത്രിഗുണങ്ങൾ. ഈ ത്രിഗുണങ്ങൾ പ്രകൃതി ശക്തിയായിട്ട് നമ്മുടെ അകത്തും പുറത്തിരിക്കുന്നുണ്ട്. വേദങ്ങൾ ഈ ത്രിഗുണങ്ങളെയാണ് പ്രതിപാദിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ വേദങ്ങൾ കർമ്മകാണ്ഡത്തിന് പ്രാധാന്യം കൊടുക്കുന്നതും സകാമ സ്വഭാവമുള്ളതുമാണ്. വേദങ്ങൾ സ്വർഗപരായണന്മാർക്ക് ഉള്ളതാണ്. അവർ സ്വർഗകാമികൾ കൂടിയാണ്. അതുകൊണ്ട് ഹേ അർജുന, ത്വം, നീ നിസ്ത്രൈഗുണ്യ, ത്രിഗുണങ്ങൾക്ക് അതീതനായവൻ ആയിത്തീരണം, നിസ്ത്രൈഗുണ്യനായിട്ട് തീരണം. നീ വേദങ്ങൾക്ക് അതീതനായിട്ട് തീരണം. നിസ്ത്രൈഗുണ്യ ഭവ, നിർദ്വന്ദ്, അങ്ങനെയുള്ള നീ നിർദ്വന്ദ്വനാണ്, ദ്വന്ദ്ങ്ങൾക്ക് അതീതനാണ്. നിത്യസത്വസ്ഥ, നിത്യമായ സത്യത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ്. നിർയോഗക്ഷേമ, യോഗക്ഷേമങ്ങൾ ഒഴിഞ്ഞവനാണ്. ആത്മവാനാണ്, ആത്മാവിൽ സ്ഥിതനാണ്, ഉറച്ചിരിക്കുന്നവനാണ് ആത്മവാൻ. അപ്പോ നമ്മൾക്ക് ഈ ഉപദേശം ഭഗവാൻ നമ്മൾക്ക് കൂടി തരുന്നതാണ്. നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യ താല്പര്യത്തെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കൊരു ഗ്രന്ഥത്തിൽ മാത്രമുള്ള പിടിവാശികൾ കുറയും. നമ്മൾ ഗ്രന്ഥത്തിന്റെ ഉപരിതലത്തിൽ പിടിച്ചിട്ടാണ് ചില ഗ്രന്ഥങ്ങളോട് അമിതമായ ആസക്തി കാണിക്കുന്നത്. ഭഗവത്ഗീത തുടങ്ങുമ്പോൾ തന്നെ ശങ്കരാചാര്യസ്വാമികള് സമസ്ത വേദാർത്ഥ സംഗ്രഹം എന്നാണ് ഈ ഭഗവത്ഗീതയെ വിശേഷിപ്പിച്ചത്. അങ്ങനെ സാരസംഗ്രഹഭൂതമായിട്ടുള്ള, വേദങ്ങളുടെ സാരസംഗ്രഹഭൂതമായിട്ടുള്ള ഈ ഭഗവത്ഗീത ആ വേദത്തെ തന്നെയാണ് നിഷേധിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണക്കാർക്ക് ഈ വൈരുദ്ധ്യം മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. എന്തുകൊണ്ട് ഭഗവത്ഗീതയില്, സമസ്ത വേദാർത്ഥ സംഗ്രഹഭൂതമായിട്ടുള്ള ഈ ഭഗവത്ഗീതയില് ആ വേദത്തെ തന്നെ തള്ളിക്കളയുന്നു, വേദത്തെ നിഷേധിക്കുന്നു. അർജുനനോട് പറയുന്നു, നീ നിസ്ത്രൈഗുണ്യനാകണം. എന്തെന്നാൽ വേദങ്ങൾ ത്രിഗുണങ്ങളായിട്ട്, ത്രിഗുണങ്ങളുടെ ആവിഷ്കാരമാണ്, ത്രിഗുണങ്ങളാണ് വേദവിഷയങ്ങളെല്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ താത്വികമായ അർത്ഥത്തിൽ ഇതിനെ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളുടെ അധ്യാത്മ പാരമ്പര്യത്തിൽ ഗ്രന്ഥങ്ങളെ
മുൻനിർത്തിക്കൊണ്ടാണ് പല സംസ്കാരങ്ങളും വളർന്നിട്ടുള്ളത്. ഭാരതത്തിൽ വേദത്തെ മുൻനിർത്തിക്കൊണ്ടാണ് വൈദിക സംസ്കാരം ഭാരതത്തിന്റെ സംസ്കാരത്തിനോട് അലിഞ്ഞു ചേർന്ന് നിൽക്കുന്നത്. ഏത് മതവും ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് അതിന്റെ അധ്യാത്മ സംസ്കൃതിയെ കരിപ്പിടിപ്പിച്ചു കൊണ്ടുവരുന്നത്. ഇപ്പോ ബൈബിൾ പഴയ നിയമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ജൂതമതം വളർന്നിട്ടുള്ളതെങ്കിൽ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ക്രിസ്തുമതം വളർന്നത്. പഴയ നിയമത്തിലെ ചില ഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആണ് ജൂതമതം ഇപ്പോഴും ശക്തമായിട്ട് നിലനിൽക്കുന്നത്. ഇസ്ലാം മതത്തിന്റെ മതഗ്രന്ഥമാണ് ഖുർആൻ. അത് ഗ്രന്ഥത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. എന്നാൽ ലോകത്തിൽ ചില മതങ്ങൾ ഗ്രന്ഥത്തെ നിരാകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ബുദ്ധമതത്തിന്റെ ഒരു ആവാന്തര വിഭാഗമായിട്ടുള്ള സെൻ ബുദ്ധിസം ഒരു ഗ്രന്ഥത്തെ മുൻനിർത്തിക്കൊണ്ടല്ല അത് ലോകത്തിൽ അതിന്റെ ജ്ഞാനസൗരഭം പ്രസരിപ്പിക്കുന്നത്. അത് ഗുരുശിഷ്യ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഗുരുവിനാണ് അവിടെ പ്രാധാന്യം വരുന്നത്. സെൻ ബുദ്ധമതത്തില് ആ ഗുരുവിന്റെ സവിധത്തിൽ ശിഷ്യൻ പ്രബുദ്ധനായിട്ട് തീരുകയാണ്, ജ്ഞാനബുദ്ധനായിട്ട് തീരുകയാണ്. അതിനുള്ള മാർഗങ്ങൾ ആ ഗുരുവിനും ശിഷ്യനും മാത്രം അറിയാവുന്നതാണ്. ശിഷ്യൻ പരിപക്വമാകുമ്പോൾ ആ ഗുരു ആ ശിഷ്യനിലേക്ക് ജ്ഞാനത്തെ പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഉപാധികൾ പലതാണ്. അത് മൗനത്തിലൂടെയാകാം, അത് ദേശത്തിലൂടെയാകാം, അത് പലതരത്തിലുമാകാം. കവിതകളിലൂടെയാകാം, അത് നിഗൂഢമായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെയാകാം. ഇങ്ങനെ പലതരത്തിലും ഒരു ഗുരു ശിഷ്യനിലേക്ക് ജ്ഞാനത്തിന്റെ തെളിമയെ പകർന്നു നൽകുന്ന പ്രക്രിയ ഈ ലോകത്തിലുണ്ട്. ഭാരതീയ സംസ്കാരത്തിലും ആ മൗനത്തിന്റെ ജ്ഞാനവിനിമയ പ്രക്രിയ അന്തർലീനമായിരിക്കുന്നുണ്ട്. ഒരു വടവൃക്ഷത്തിന്റെ ചുവട്ടില് ദക്ഷിണാമൂർത്തി ഇരുന്നു കൊണ്ട് സനകാദികൾക്ക് പകർന്നു നൽകിയത് ഈ മൗനത്തിന്റെ ജ്ഞാനാമൃതമാണ്. അതാണ് ഉപനിഷത്തുകളിലൂടെ ഇന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന് വിരുദ്ധമായിട്ടുള്ള ചില വശങ്ങളും ഭാരതീയ സംസ്കാരത്തിലുണ്ട്. പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് പ്രാധാന്യം കൊടുക്കാതെ ലൗകിക നേട്ടങ്ങൾക്കും ഭൗതിക നേട്ടങ്ങൾക്കും സ്വർഗകാമികളായിട്ടുള്ള മനുഷ്യരിവിടെ ജീവിച്ച് യാഗയജ്ഞങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അത് സുഖലോലുപരായിട്ട് ജീവിച്ചു വന്ന ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു. ആ ജനതയെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ഭോഗൈശ്വര്യ പ്രസക്താനം, ഭോഗൈശ്വര്യ പ്രസക്തന്മാരാണ് അവര്. ഭോഗങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും പ്രസക്തി കൊടുത്തിരിക്കുന്ന, പ്രാധാന്യം കൊടുത്തിരിക്കുന്നവരാണ്. അപ്പോ നമ്മളുടെ മനോമണ്ഡലത്തിലും മനോഭാവത്തിലുമൊക്കെ ഇങ്ങനെ ഏതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അതനുസരിച്ചാണ് നമ്മളുടെ വ്യക്തിത്വം നമ്മൾക്ക് കൂടുതൽ പ്രകാശമുറ്റതായിട്ട് തീരുന്നത്. അപ്പൊ നമ്മുടെ വ്യക്തിത്വത്തെ നമുക്ക് സ്വതന്ത്രമാക്കണമെങ്കിൽ, ആ വ്യക്തിത്വത്തിന് തെളിമയുള്ളതാക്കണമെങ്കിൽ നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് നമ്മൾ അറിയണം. ആത്യന്തികമായ സത്യം ത്രിഗുണാതീതമാണ്, ഗുണങ്ങൾക്കതീതമാണ്. ഗുണങ്ങൾ എവിടെയുണ്ടോ അവിടെ ബന്ധനമുണ്ട്, അവിടെ പരിമിതിയുണ്ട്. അതുകൊണ്ട് അർജുനനോട് പറയുന്നു ഭഗവാൻ, വേദങ്ങൾ മുഴുവനും ത്രിഗുണങ്ങളാണ്, ത്രൈഗുണ്യ വിഷയങ്ങളാണ്, ത്രിഗുണ വിഷയങ്ങളാണ് വേദങ്ങളിൽ പ്രതിപാദിതമായിട്ടുള്ളത്. ഏതെങ്കിലും വേദസൂക്തങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വേദഭാഗത്തോ സംഹിതാഭാഗത്ത് അത്തരത്തിൽ ഭൗതികമായ സുഖങ്ങളും നേട്ടങ്ങളും അല്ലാത്തത് വളരെ അപൂർവമായിട്ടേ കാണാൻ കഴിയുള്ളൂ. അതിന് മുഖ്യ താല്പര്യങ്ങളൊക്കെ വേദാന്തത്തിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കർമ്മകാണ്ഡികളായിട്ടുള്ള പൂർവമീമാംസികരായിട്ടുള്ള ആളുകളെ
അല്പം താഴ്ന്ന ജീവിത വീക്ഷണമുള്ളവരായിട്ടാണ് ഭഗവത്ഗീത കാണുന്നത്. അതുകൊണ്ട് നിസ്ത്രൈഗുണ്യ ഭവ, നീ ത്രിഗുണാതീതനായിട്ട് തീരണം. ത്രിഗുണഭാവങ്ങൾക്ക് അതീതനായിട്ട് നിസ്ത്രൈഗുണ്യനായിട്ട് തീരണം. മാത്രമല്ല നിർദ്വന്ദ്വ ഭവ, നീ ദ്വന്ദ്വാതീതനായിട്ട് തീരണം. എവിടെ ദ്വന്ദ്വമുണ്ടോ അവിടെ ത്രിഗുണങ്ങൾക്ക് സ്ഥാനമുണ്ട്, അവിടെ കർമ്മപ്രസക്തി ഏറിയിരിക്കും. ഭോഗങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിൽ ഉണ്ടായിരിക്കും അവിടെ. അതുകൊണ്ട് ദ്വന്ദ്വവിമുക്തി തന്നെയാണ് ഒരു ആളുടെ ജ്ഞാനത്തിലേക്കും മോക്ഷത്തിലേക്കുള്ള വാതിൽ തുറന്നു തരുന്നത്. അതുകൊണ്ട് നിർദ്വന്ദ്വ, നീ ദ്വന്ദ്വാതീതനായിട്ട് തീരണം. ഇവിടെ ദ്വന്ദ്വം എന്ന് പറയുന്നത് നമ്മളുടെ വീക്ഷണങ്ങളിലും ജീവിതത്തിലൊക്കെ ഈ ദ്വന്ദ്വങ്ങളുടെ സ്വാധീനം ഉണ്ട്. ഈ സ്വാധീനത്തിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ കഴിയുന്നത് ദ്വന്ദ്വാതീതമായ ആത്മബോധത്തിൽ മാത്രമാണ്. ആത്മബോധത്തിന്റെ അഭാവത്തിൽ നമ്മൾക്കെല്ലാം സുഖദുഃഖങ്ങളുടെ രൂപത്തിലാണ്, രാഗദ്വേഷങ്ങളുടെ രൂപത്തിലാണ്, അല്ലെങ്കിൽ ശീതോഷ്ണങ്ങളുടെ രൂപത്തിലാണ്, മേൽക്കീഴ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്വൈത വേദാന്തത്തില് ഒരു മനുഷ്യനെ മോക്ഷത്തിലേക്ക് നയിക്കുന്നത് നിർദ്വന്ദ്വാവസ്ഥയാണ് എന്ന് പറയുന്നത്. ദ്വന്ദ്വാതീതമായിട്ടുള്ള അവസ്ഥയാണ്. ഒരർത്ഥത്തിൽ ദ്വന്ദ്വാതീതമായ അവസ്ഥയിലാണ് നമുക്ക് ആത്മാവിന്റെ ഏകതയെ അനുഭവിച്ചറിയാൻ കഴിയുന്നത്. മനസ്സ് എവിടെ പ്രവർത്തിക്കുന്നുണ്ടോ, ഇന്ദ്രിയങ്ങൾ എവിടെ പ്രവർത്തിക്കുന്നുണ്ടോ, ചിന്തകൾ എവിടെ പ്രവർത്തിക്കുന്നുണ്ടോ, അവിടെയൊക്കെ ഈ ദ്വന്ദ്വാത്മഭാവങ്ങളാണ് എല്ലാം. അവിടെ നമുക്ക് ശത്രുമിത്ര ഭേദങ്ങളുണ്ട്, രാഗദ്വേഷങ്ങളുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിലെ ഒരു ദർശനത്തിനും പ്രത്യയശാസ്ത്രത്തിനും മതത്തിനും ഈ രാഗദ്വേഷ വിയുക്തമായ ഒരു സ്ഥിതി ഉണ്ടാകുന്നില്ല. ഇപ്പൊ നമ്മളുടെ മതം നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും പരമത നിന്ദ തോന്നാനിടയുണ്ട്. നമ്മുടെ മതം ശ്രേഷ്ഠമാണ് എന്ന് നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഭഗവത്ഗീത അത്തരത്തിൽ ഒരു മതസ്ഥാപനത്തിന്റെ ദർശനമല്ല. സർവത്തിലും ഇരിക്കുന്ന ആ സാമ്യഭാവത്തെ അനുഭവിച്ചറിഞ്ഞ് സർവത്തെയും സമാശ്ലേഷിക്കുന്ന, എംബ്രേസ് ചെയ്യുന്ന, ഓൾ എംബ്രേസിങ് ആറ്റിറ്റ്യൂഡാണ് ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ലോകത്ത് സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഭഗവത്ഗീതയുടെ ദർശനം യൂണിവേഴ്സലാണ്, സാർവത്രികമായിട്ടുള്ള ഒരു ദർശനമാണ്. അത് ഭാരതീയന് മാത്രം വേണ്ടിയുള്ളതല്ല. അത് ലോകത്തിലുള്ള 800 കോടി ജനങ്ങളും അത് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ സ്വതന്ത്രരായി സമാധാനത്തോടെ വേറൊരുവന്റെ ശാന്തിയെയും നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയും. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിന്റെ താളങ്ങളിലൂടെ, ധർമ്മവ്യവസ്ഥിതിയിലൂടെ അവർക്ക് ജീവിക്കാൻ കഴിയുന്നു. അതാണ് ആവശ്യം. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കൃത്യമായ ധർമ്മത്തെ നിശ്ചയിച്ച് ആ ധർമ്മത്തിൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രഫുല്ലമാക്കുകയാണെങ്കിൽ, സംഫുല്ലമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ജീവിതം ധന്യമായിരിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് അത് ഗുണപ്രദമായിട്ട് തീരുകയും ചെയ്യുന്നു. ഇവിടെ നിർദ്വന്ദ്വനാകാൻ മാത്രമല്ല പറയുന്നത്, നിത്യസത്വസ്ഥ. ഇവിടെ സത്വം എന്ന വാക്കിന് സത്വഗുണം എന്ന് ചിലര് നിർണയിക്കുന്നത് ഈ പ്രകരണത്തിൽ ചേരാൻ സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ചാല് 3 ഗുണങ്ങൾക്കും അതീതമായിട്ട് തീരണമെന്ന് പറയുന്നു. എന്നിട്ട് സത്വഗുണത്തിലിരിക്കാൻ പറയുന്നത് ഒരിക്കലും ഉചിതമല്ല. ഒരു മഹാത്മാവ്, മഹാജ്ഞാനി ത്രിഗുണാതീതനാണ്. ആത്മാവിന് ഒരു ഗുണങ്ങളുടെയും സംസ്പർശമില്ല. ആത്മാവ് ഗുണാതീതമാണ്. അതുകൊണ്ട് നിത്യസത്വസ്ഥ, നിത്യ എന്ന ഒരു വിശേഷണം കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ആത്മശബ്ദത്തിനോട് ചേർന്ന് നിൽക്കുന്ന സത്വം എന്ന ഒരു ശബ്ദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാവരും ആത്മനിഷ്ഠരാകൂ. അർജുന, നീ ആത്മനിഷ്ഠനാകൂ, നിത്യമായ ആത്മാവിൽ പ്രതിഷ്ഠിതനാകൂ, ഉറച്ചിരിക്കൂ എന്നാണ് പറയുന്നത്. നിർയോഗക്ഷേമ, നിർയോഗക്ഷേമ, യോഗക്ഷേമങ്ങൾ ഒഴിഞ്ഞവനായിട്ട് തീരണമെന്ന്. യോഗക്ഷേമം എന്നത് പ്രത്യേകിച്ചും ഭഗവത്ഗീതയുടെ ഒരു സന്ദർഭത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള
പദസമുച്ചയമാണ്. കാരണം യോഗക്ഷേമം വഹാമ്യഹം ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്. എങ്ങനെ? അനന്യ ചിന്തയന്തോ മാം യേ ജനാ പരുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഭഗവാനില് അനന്യമായ ചിന്തയോടുകൂടി, അനന്യമായ മനസ്സോടുകൂടി ജീവിക്കുന്ന ഒരാള്, ഭഗവാനിൽ നിന്നും അന്യമായിട്ട് ഒരു മനസ്സ് ഇല്ലാതെ തന്റെ മനസ്സിനെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിന്റെ സകലവിധ ഉത്തരവാദിത്വങ്ങളും ഈശ്വരനിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് അവന്റെ യോഗക്ഷേമങ്ങള്, യോഗം എന്ന വാക്കിനും ക്ഷേമം എന്ന വാക്കിനും ആചാര്യസ്വാമികള് കൊടുക്കുന്ന ഒരർത്ഥം, അതായത് നമ്മൾക്ക് ആഗ്രഹമുള്ള, ആവശ്യമുള്ള ഒരു വസ്തുവിന്റെ നേട്ടത്തിന് വേണ്ടി ഉള്ള ശ്രമത്തെ, ആ നേട്ടത്തിന് വേണ്ടിയുള്ള ശ്രമത്തെ യോഗമെന്നും, നമ്മളോട് ചേർക്കാനുള്ള നമ്മുടെ കൈവശമില്ലാത്ത ഒന്നിനെ നമ്മളോട് ചേർക്കുന്നതിനെ യോഗമെന്നും, ഇനി നമ്മളിലേക്ക് ചേർത്ത് വെച്ച ഒന്നിനെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിനെ ക്ഷേമം എന്നും സാങ്കേതിക അർത്ഥമുള്ള പദങ്ങളാണത്. അപ്പൊ നമ്മളുടെ കൈവശമുള്ളതിനെ നഷ്ടപ്പെടാതിരിക്കാനും നമ്മുടെ കൈവശമില്ലാത്തതിനെ നമ്മുടെ കൈവശം കൊണ്ടുവരുന്നതിനും ആണ് യോഗം എന്നും ക്ഷേമം എന്നും രണ്ട് പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ ആകവേ ഘടന എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അവന്റെ കർമ്മബന്ധാവിന്റെ ഘടന എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അവൻ നിരന്തരമായിട്ട് തന്നിലില്ലാത്തതിനെ തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്, സ്വന്തമാക്കി വെക്കാൻ ശ്രമിക്കുകയാണ് ജീവിതത്തിൽ. അത് ഭൗതിക വസ്തുക്കൾ മുതൽ അവൻ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ വരെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. അറിവിന്റെ കാര്യത്തിലായാലും അവൻ അത് പൊസസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ബന്ധങ്ങളുടെ കാര്യത്തിൽ അത് പൊസസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. തന്നിലേക്ക് ചേർന്ന് നിൽക്കുന്നത് തന്നിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവൻ നിരന്തരം പരിശ്രമിക്കുന്നു. ഇത് മനുഷ്യന്റെ അജ്ഞാനത്തിന്റെ ഫലമായിട്ട് അവൻ ചെയ്തു പോരുന്നതാണ്. എന്നാൽ ഒരു വ്യക്തി നിസ്ത്രൈഗുണ്യനായിട്ട് മാറുകയാണെങ്കിൽ, ത്രിഗുണാതീതനായിട്ട് ജീവിതത്തിന്റെ അർത്ഥത്തെ കണ്ടെത്തുമ്പോൾ അവൻ ഒരിക്കലും തന്നിലേക്ക് ചേർക്കാനുള്ള ശ്രമം അവനിൽ നിന്ന് വിട്ടുപോകുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ, അവൻ സർവത്തിലും ആത്മാവിനെ ദർശിക്കുന്നു, അവൻ സർവത്തിലും ഈശ്വരനെ ദർശിക്കുന്നു. അതുകൊണ്ട് ഈശ്വരനല്ലാതെ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്, എല്ലാ ജഗത്തിലും ഈശ്വരന്റെ സാന്നിധ്യം കാണുന്നത് കൊണ്ട് അവന് ഒന്നും തൻ്റെതാക്കി വെക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നില്ല. കാരണം എന്താ? എല്ലാം ഈശ്വരൻ്റെതാകുമ്പോൾ, താനും ഈശ്വരൻ്റെതാകുമ്പോൾ ഒന്നും തൻ്റെതാക്കി വെക്കാനുള്ള ഒരു ആഗ്രഹം ആ വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഈ യോഗം എന്നത് ഒരു അജ്ഞാനിയായ ഒരു വ്യക്തിയുടെ മനോഭാവമാണ്. തന്നിലില്ലാത്തത് ചിലത് തനിക്ക് പുറത്തുണ്ട് എന്ന് വിചാരിക്കുകയും ആ തനിക്ക് പുറത്തുള്ളതിനെ തന്നിലേക്ക് ചേർക്കുകയും ചെയ്യാനുള്ള ഈ ശ്രമം, എന്നാൽ ഭഗവത്ഗീതയുടെ താത്വികമായിട്ടുള്ള തലത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മിൽ ഈ ലോകത്തിലുള്ള എല്ലാം നമ്മിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്നാണ്. നമ്മിലിരിക്കുന്നത് ഈ ലോകത്തിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നുണ്ട്. അത്രയും വിശാലമായ ഒരു ദർശനം നമുക്ക് ഈ ഭഗവത്ഗീത തരുന്നു. അതുകൊണ്ട് നിർയോഗക്ഷേമ, നീ യോഗത്തിനും യോഗക്ഷേമങ്ങൾ ഒഴിഞ്ഞ മനസ്സോടുകൂടിയവനായിരിക്കണം. അതുമാത്രമല്ല, ആത്മവാനായിട്ട് തീരണം, ആത്മനിഷ്ഠനായിട്ട് തീരണം, ആത്മാവ് തന്നെയായിട്ട് തീരണം. മനസ്സിന്റെ മരണമാണ് ആത്മാവിന്റെ ഉദയം എന്ന് പറയാം. നമ്മളിലെ ആത്മാവിനെ മറച്ചിരിക്കുന്നൊരു പാട പോലുള്ള ഒരു അജ്ഞാനമുണ്ട്. ആ അജ്ഞാനത്തിന്റെ നാശം ജ്ഞാനം കൊണ്ടേ സംഭവിക്കും. അജ്ഞാന നാശത്തിൽ നമ്മളെല്ലാവരും ആത്മാവ് തന്നെയെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾ ആത്മവാനായിട്ട് തീരുന്നത്. അതുകൊണ്ട് ഈ ഭഗവത്ഗീതയുടെ ഓരോ ശ്ലോകവും അർത്ഥഗർഭിതങ്ങളാണ്. ആ ശ്ലോകങ്ങൾ മനസ്സിലാക്കി അത് മനനം ചെയ്ത് അത് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കണം. ഞാൻ ക്ഷേമവാനാണ്, ആത്മവാനാണ്,
നിത്യസത്വസ്ഥനാണ്, നിർദ്വന്ദ്വനാണ്, നിസ്ത്രൈഗുണ്യനാണ് ഞാൻ എന്ന് ഓരോരുത്തരും മനനം ചെയ്തുറപ്പിക്കണം. അർജുനന് കൊടുക്കുന്ന ഉപദേശം, ആ അർജുനൻ വേറെ ആരുമല്ല, നാം തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഓരോ ഉപദേശവും, ഭഗവാന്റെ ഉപദേശങ്ങളെ നമ്മളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് അത് നമ്മളുടെ പരിവർത്തനത്തിനും കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനും വേണ്ടിയിട്ട് ഉപയോഗിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഭഗവാന്റെ ഈ ഗീത നമ്മളുടെ ജീവിതത്തിന്റെ ഗീതമായിട്ട് മാറുള്ളൂ. ഇതൊരു സംഗീതമാണ് ശരിക്കും ഗീത എന്ന് പറയുന്നത്. ഇനി നമുക്ക് 46-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. യാവാനർത്ഥ ഉദപാനി സർവതഃ സംപ്ലുതോതകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിചാനതഃ. യാവാൻ അർത്ഥ ഉദപാനി സർവതഃ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിചാനതഃ. സർവതഃ സംപ്ലുതോദകേ, എല്ലായിടത്തും വെള്ളം നിറഞ്ഞു പരന്നിരിക്കുന്ന സ്ഥിതി. ഫ്ലഡാണ് ചുറ്റും. നമുക്ക് ഒരു ഉദാഹരണമാണ് പറയുന്നത്. ഈ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഒരു ഉദാഹരണം ചിലപ്പോ നമുക്ക് വലിയ ഉൾക്കാഴ്ച തരുന്നതായിരിക്കും, ഇൻസൈറ്റ് ഉണ്ടാക്കി തരും നമുക്ക്. അത്തരത്തിൽ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. സർവതഃ സംപ്ലുതോദകേ, എല്ലായിടത്തും, നമ്മുടെ എല്ലായിടത്തും നമുക്ക് ചുറ്റും വെള്ളം ഇങ്ങനെ നിറഞ്ഞ് ഒഴുകുകയാണ്. പ്രളയം എന്ന് പറയാം. ഉദപാനി യാവാനർത്ഥ, ആ സമയത്ത് ഒരു കിണറിനോ കുളത്തിനോ എന്ത് പ്രയോജനമാണുള്ളത്? എല്ലായിടത്തും വെള്ളം. ആ സമയത്ത് കുളിക്കാനായിട്ട്, വെള്ളമെടുക്കാനായിട്ട് കിണർ തേടി നമ്മൾ നടക്കുവോ? അല്ലെങ്കിൽ കുളിക്കാനായിട്ട് കുളം എവിടെയെന്ന് ചോദിച്ച് നടക്കുവോ? അതുപോലെ താവാൻ, അത്ര കണ്ട്, സർവേഷു വേദേഷു, എല്ലാ വേദങ്ങളിലും, വിചാനതഃ ബ്രാഹ്മണസ്യ, വിജ്ഞാനിയായിട്ടുള്ള ബ്രാഹ്മണൻ എന്ന വാക്കിന് ബ്രഹ്മജ്ഞാനി എന്ന് മനസ്സിലാക്കണം. ബ്രഹ്മജ്ഞാനിക്ക് അങ്ങനെയാണ് എല്ലാ വേദങ്ങളും. എല്ലായിടത്തും വെള്ളം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന സ്ഥിതിയിൽ ഒരാൾക്ക് കിണർ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അത്രമാത്രം ആണ് ആത്മജ്ഞാനിയായിട്ടുള്ള, ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വേദങ്ങൾക്കുള്ളൂ എന്ന് വേദങ്ങളുടെ പ്രസക്തി അങ്ങ് ഭഗവത്ഗീത ലഘൂകരിച്ചിരിക്കുന്നു. ഏത് വേദങ്ങളുടെ എന്ന് നമ്മൾ ചിന്തിക്കണം. വേദങ്ങളിൽ കർമ്മകാണ്ഡത്തിന് പ്രസക്തി കൊടുത്തിട്ടുള്ള, കർമ്മകാണ്ഡത്തിന് പ്രസക്തി കൊടുത്തതിന്റെ ഫലമായിട്ടാണല്ലോ ഭാരതത്തിൽ വേദം വലിയ ച്യുതിക്ക് വിധേയമായത്. അതുകൊണ്ടാണ് ഇവിടെ ബുദ്ധിസത്തിന് പോലും ജന്മമെടുക്കേണ്ടി വന്നത്. ഭാരതീയ സംസ്കാരം ദുഷിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വേദങ്ങൾക്ക് പ്രാമാണികത കൊടുത്തു, അതിൽ കർമ്മകാണ്ഡത്തിന് പ്രാമാണികത കൊടുത്തു. യാഗങ്ങളും യജ്ഞങ്ങളും ബലികളായിട്ട് മാറി. ആ ബലികൾ ഭോഗങ്ങൾക്കും അധികാരത്തിനുമുള്ള ഇടങ്ങളായിട്ട് മാറി. ആ യജ്ഞസങ്കേതങ്ങൾ ഒക്കെ കൊണ്ട് ഭാരതീയ സംസ്കാരത്തിനുണ്ടായിട്ടുള്ള ദോഷം ഭഗവത്ഗീത തിരുത്തുകയാണ് ചെയ്യുന്നത്. എന്താണ് ശരിയായിട്ടുള്ള ജീവിത വീക്ഷണം? ഭഗവത്ഗീത പറയുന്നു അത് ഉപനിഷത്ത് ദർശനമാണ്, അത് വേദാന്തമാണ്. ആ വേദാന്തത്തെയാണ് ഈ ഭഗവത്ഗീതയില് സമാഹൃതമാക്കി വെച്ചിട്ടുള്ളത്. എല്ലായിടത്തും വെള്ളം, എല്ലായിടത്തും വെള്ളം പരന്നൊഴുകുന്ന സമയത്ത് എന്ത് ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് കുളത്തിനും കിണറിനും ഒക്കെ ഉള്ളത്. ഇവിടെ വേദത്തെ ഒരു പരിമിത ജ്ഞാനമായിട്ടാണ് കരുതുന്നത്. ഒരു പരിമിതമായ അറിവിന്റെ
ലൗകികമായ അറിവിന്റെ, ഭൗതികമായ അറിവിന്റെ ഒരു ഗ്രന്ഥം മാത്രമായിട്ടാണ് കരുതുന്നത്. എന്നാൽ ഒരു വിജ്ഞാനിയുടെ, ബ്രഹ്മജ്ഞാനിയുടെ സ്ഥിതി എന്താണ്? തന്നിൽ തന്നെ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച ബ്രഹ്മജ്ഞാനി എല്ലായിടത്തും വെള്ളം ഉള്ള ഒരു സന്ദർഭത്തില് കുളം തേടിപ്പോകാത്തതുപോലെ, എല്ലായിടത്തും ആനന്ദം അനുഭവിക്കുന്ന ഒരു ബ്രഹ്മജ്ഞാനി ആനന്ദം അന്വേഷിച്ച് പെട്ടിക്കടകളിലോ അല്ലെങ്കിൽ ആനന്ദം അന്വേഷിച്ച് വേറെ എവിടെയെങ്കിലും തെണ്ടിത്തിരിഞ്ഞ് നടക്കില്ലല്ലോ. കാരണം എന്താ? എല്ലാറ്റിലും ആനന്ദം കാണുന്നു, സർവത്തിലും ആനന്ദം കാണുന്നു, സർവത്തിലും ഈശ്വരനെ കാണുന്നു, സർവത്തിലും ബ്രഹ്മത്തെ കാണുന്നു. അങ്ങനെ സർവത്തിലും കാണുന്നവനെയാണ് വിജ്ഞാനിയായിട്ടുള്ള, ബ്രാഹ്മണനായിട്ടൂടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ബ്രാഹ്മണ ശബ്ദത്തിന് ബ്രഹ്മജ്ഞാനി എന്ന് അർത്ഥം എടുക്കണം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ഒരു ഗ്രന്ഥം എന്ന രീതിയിൽ ഭഗവത്ഗീത എടുക്കണം. ഭഗവത്ഗീത ജ്ഞാനത്തിന് വിരുദ്ധമായ എല്ലാ ചിന്തകളെയും എല്ലാ വീക്ഷണങ്ങളെയും നിരാകരിക്കുകയും അതിനെ നികൃഷ്ടമായിട്ട് എണ്ണുകയും ചെയ്യുന്നു. അതുകൊണ്ട് വേദശബ്ദത്തിന് ഭഗവത്ഗീതയില് ഈ സന്ദർഭത്തില് തീർച്ചയായിട്ടും വേദവ്യാസനും ഭഗവാൻ കൃഷ്ണനും വളരെ താഴ്ന്ന നിലയിലുള്ള ഒരു അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. തരം താഴ്ന്ന അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. ഡീഗ്രേഡഡ് മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വേദത്തെ പഠിക്കുക എന്ന് പറഞ്ഞാൽ, വേദത്തെ പ്രാമാണികമാക്കുക എന്ന് പറയുമ്പോൾ വേദത്തിൽ ഏത് ഭാഗം എന്ന് ചോദിക്കണം എപ്പോൾ. ഏതാണ്? കർമ്മകാന്ഡമാണോ ജ്ഞാനകാന്ഡമാണോ ഞാൻ വേദത്തില് മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ വേദത്തിന്റെ മുഖ്യ താല്പര്യമാണോ? മുഖ്യ താല്പര്യത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ വേദം ഒരു ഗ്രന്ഥമായിട്ട് മനസ്സിലാക്കരുത്. വേദം മഹാത്മാക്കളിലൂടെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പഴയകാലത്ത് വേദത്തെ ഒരിക്കലും ഗ്രന്ഥരൂപത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. വേദവ്യാസ മഹർഷിയാണ് വേദത്തെ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ചത്. അതുകൊണ്ടാണ് വേദത്തെ വ്യസിച്ചവൻ എന്ന അർത്ഥത്തില് വേദവ്യാസൻ എന്ന പേര് വന്നത് തന്നെ. വാങ്മയമായിട്ടാണ് ശരിക്കും വേദം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഋഷിമാർക്ക് ലഭിച്ചിട്ടുള്ള ദർശനം അവർ ശിഷ്യന്മാർക്ക് വാമൊഴിയായിട്ട് പകർന്നു നൽകി. അത് തലമുറകളായി തലമുറകളായി പകർന്നു നൽകി. അത് ഗുരുവിൽ നിന്ന് ശിഷ്യൻ നേരിട്ട് കേൾക്കണം. അങ്ങനെ നേരിട്ട് കേട്ട് വളർന്നു വന്ന ഒരു സംസ്കാരമാണ് ഈ ഭാരതത്തിന്റെ അധ്യാത്മ സംസ്കാരം. അതിൽ നിന്ന് വേദം ഗ്രന്ഥരൂപത്തിലേക്ക് മാറി. ആ ഗ്രന്ഥരൂപത്തിലേക്ക് മാറിയപ്പോ ആ ഗ്രന്ഥത്തിൽ പലതും സ്ഥാപിത താല്പര്യക്കാര് തിരികെ കയറ്റുകയും അതിൽ അവരുടെ താല്പര്യങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്തു. അങ്ങനെ ഈശ്വരീയമായ വേദം സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി മലീമസ്സമാകാൻ തുടങ്ങി. ഭോഗതൃഷ്ണ വളർന്ന ജനത വേദത്തെ പ്രാമാണികമാക്കി ജീവിച്ചിരിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ അതിൽ അവരുടെ ആശയങ്ങൾ തിരികെ കയറ്റിക്കൊണ്ട് വേദത്തിന്റെ ആ സംസ്കാരത്തെ മലീമസ്സമാക്കി. അങ്ങനെയാണ് ഭഗവത്ഗീതയുടെ കാലഘട്ടമായപ്പോഴേക്കും വേദത്തെ ഇത്രമാത്രം നിന്ദ്യമായിട്ട് പറയാൻ തുടങ്ങിയത്. യാവാനർത്ഥ ഉദപാനി. ഉദപാനം എന്ന വാക്കിനർത്ഥം കിണർ അല്ലെങ്കിൽ കുളം, ഒരു ജലാശയം എന്ന അർത്ഥത്തിൽ, പരിമിത ജലാശയം എന്ന അർത്ഥത്തിലാണ് ഉദപാനി എന്ന് എടുക്കേണ്ടത്. അപ്പൊ എല്ലായിടത്തും ജലം പരന്നൊഴുകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് എനിക്ക് കുളിക്കണം, എനിക്ക് കുളിക്കാൻ വെള്ളമെവിടെ എന്ന് ചോദിച്ച് നടക്കുന്ന ഒരു അജ്ഞാനിയെ പോലെ, ഒരു വിവേകരഹിതനെ പോലെയുള്ള അവസ്ഥ നമ്മൾക്ക് ഉണ്ടാകരുത്. കാരണം എന്താ? നമ്മിൽ തന്നെ ഈ ആത്മപ്രകാശം നിറഞ്ഞിരിക്കുന്നു, നമുക്ക് അകത്തും പുറത്തും ഇരിക്കുന്നു. ഈ അറിവ് തേടിക്കൊണ്ടാണ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ തെരഞ്ഞു നടക്കുന്നത്. ഒരു മീൻകുഞ്ഞിന്റെ ഉദാഹരണം ഞാൻ ഒരിക്കൽ പറയുണ്ടായിട്ട് നിങ്ങളോട്. കടലിലെ മീൻകുഞ്ഞാണത്. ആ കടലിലെ മീൻകുഞ്ഞ് ഒരിക്കൽ അമ്മ മത്സ്യത്തിനോട് ചോദിക്കുകയാണ്, അമ്മേ, ഈ കടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ആ അമ്മ മത്സ്യം കുഞ്ഞു മത്സ്യത്തിനോട് പറയുന്നുണ്ട്, മോനെ, കടലിനെ നിനക്ക് കാണാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ് അമ്മ എന്ന് ചോദിച്ചു. അപ്പോ അമ്മ പറയാണ്,
നീ കടലിൽ നിന്ന് അന്യമല്ലാത്തത് കൊണ്ടാണ് നിനക്ക് കടലിനെ കാണാൻ പറ്റാത്തത്. നീ കടലിൽ നിന്ന് വേറെയല്ല, നീ കടല് തന്നെയാണ്. ആ കുഞ്ഞു മത്സ്യത്തിനോട് പറയാണ്, നീ കടല് തന്നെയാണ്. കാരണം എന്താ? നിന്റെ അകത്ത് കടലിരിക്കുകയാണ്, നിന്റെ പുറത്തും കടലിരിക്കുകയാണ്. കടലിൽ നിന്ന് വേറിട്ട ഒരു സ്ഥിതി നിനക്കില്ല, അതുകൊണ്ട് നിനക്ക് കടലിനെ കാണാൻ പറ്റില്ല. അതുപോലെയാണ് ബ്രഹ്മജ്ഞാനിയുടെ സ്ഥിതി. ബ്രഹ്മജ്ഞാനി തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നിനെയും കാണുന്നില്ല, തന്നിൽ നിന്ന് വേറിട്ടതായിട്ടൊന്നുമില്ല, ഈശ്വരനിൽ നിന്ന് വേറിട്ടതായിട്ടൊന്നും അദ്ദേഹം കാണുന്നില്ല. അങ്ങനെ കാണാതിരിക്കുന്ന സ്ഥിതി, ഒന്നിനെയും വേറിട്ട് കാണാതിരിക്കുന്ന സ്ഥിതി, അതാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേദങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? സർവയിടത്തും വെള്ളം നിറഞ്ഞിരിക്കുന്ന സന്ദർഭത്തില് കുളിക്കാനായിട്ട് കിണറ്റിന്ന് വെള്ളം കോരാൻ പോണ ഒരാളെ പോലെ അപഹാസ്യനാണ് അദ്ദേഹം. അങ്ങനെ ചിന്തിക്കണം. അറിവില്ലാത്തവര് അങ്ങനെയാണ് എന്ന് ഈ ഉദാഹരണത്തിലൂടെ പറയാണ്. 47-ാമത്തെ ശ്ലോകം വളരെ പ്രാധാന്യമുള്ള ഭഗവത്ഗീതയുടെ ഒരു ഉള്ളടക്കം തന്നെ എന്തെന്ന് ചോദിക്കുമ്പോൾ അത് ഈ ശ്ലോകമാണ് പലരും എടുത്തു കാണിക്കാറുള്ളത്. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂഃ മാ തേ സംഗോസ്ത്വകർമ്മണി. കർമ്മണി ഏവ അധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂഃ മാ തേ സംഘഃ അസ്തു അകർമ്മണി. മാത്തേ സംഘഃ അസ്തു അകർമ്മണി, മാത്തേ സംഘോസ്തു അകർമ്മണി എന്ന് നമുക്ക് ചേർത്ത് വായിക്കാം. അപ്പൊ കർമ്മണിയേവ അധികാരസ്തേ, തേ എന്ന് പറഞ്ഞാൽ നിനക്ക്, അർജുന നിനക്ക്, അധികാരം എന്ന വാക്കിന്റെ അർത്ഥം അവകാശം, അല്ലെങ്കിൽ നിനക്ക് തെരഞ്ഞെടുക്കാൻ കഴിയുന്നത്, അതാണ് നിന്റെ അധികാരം. കർമ്മണിയേവ, കർമ്മത്തിൽ മാത്രമാണ് നിനക്ക് അധികാരമുള്ളൂ. ഭഗവാൻ പറയാണ്, നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന, നിനക്ക് നിഹിതമായിരിക്കുന്ന കർമ്മമെന്തോ അത് നിനക്ക് ചെയ്യാൻ അധികാരമുള്ളൂ. അപ്പൊ നമുക്കെല്ലാവർക്കും അങ്ങനെയാണ്. എന്താണ് നമുക്ക് വിഹിതമായ കർമ്മം? ആ വിഹിതമായ കർമ്മം അത് നമുക്ക് ചെയ്യാം, അതിന് അധികാരമുള്ളൂ. പിന്നെ എന്തിനാ അധികാരം ഇല്ലാത്തത്? കഥാചന, ഒരിക്കലും ഫലേഷു, ഫലങ്ങളിൽ നമുക്ക് അധികാരമില്ല. കർമ്മം ചെയ്ത കർമ്മഫലത്തിൽ തെരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റില്ല. കർമ്മഫലം നമ്മുടെ ചോയ്സ് അല്ല, കർമ്മമാണ് നമ്മുടെ ചോയ്സ്. കർമ്മഫലം നമ്മുടെ കൈവശം ഇരിക്കുന്നില്ല. കർമ്മഫലം ഇല്ല എന്നല്ല ഇതിന്റെ അർത്ഥം. എല്ലാ കർമ്മങ്ങൾക്കും ഫലമുണ്ട്, പക്ഷെ ആ ഫലം നിർണയിക്കുന്നത് ഞാനല്ല. ആ ഫലം നിർണയിക്കുന്നത് എൻ്റേതാകാൻ പാടില്ല, എൻ്റെ ചിന്തയാകാൻ പാടില്ല. ഞാൻ കർമ്മഫലത്തെ നിർണയിക്കുമ്പോൾ ആ കർമ്മഫലത്തിന് നിർണയിക്കുന്ന എന്നിലെ ഒരു ഫാക്കൽറ്റി ഉണ്ട്. ആ ഫാക്കൽറ്റിയുടെ പേരാണ് മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ അന്ധഃകരണമാണ് വൃത്തിരൂപത്തില് ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട്, ഫലത്തെ നമ്മൾ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നത്. ഫലത്തിൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ മനസ്സാണ്. അങ്ങനെയാണ് മനുഷ്യ മനസ്സ് കൂടുതൽ മാനസിക പ്രശ്നങ്ങളുള്ള ഒരു മനസ്സായിട്ട് മാറുന്നത്, സങ്കീർണമായ മനസ്സായിട്ട് മാറുന്നത്. എന്തുകൊണ്ട് മനസ്സ് സങ്കീർണമാകുന്നു? മനസ്സ് ആങ്ഷ്യസ് ആകുന്നു, ഉത്കണ്ഠാകുലമാകുന്നു. ഒരു വ്യക്തിയുടെ ഉത്കണ്ഠ എന്ന് പറയുന്നത് തന്നെ ഭാവിയിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ മനസ്സ് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളുടെ പേരാണ് ഉത്കണ്ഠ അല്ലെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഒരു കർമ്മം ചെയ്യുന്നു, ആ കർമ്മത്തിന്റെ ഫലം ഭാവിയിലാണ് വരുന്നത്. കർമ്മത്തിന്റെ ഫലം എപ്പോൾ ഉണ്ടാകുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. ഫലം നിർണയിക്കുന്നത് നമ്മളല്ല.
ഫലം നിർണയിക്കപ്പെടുന്നത് നിരവധി നിരവധി ഘടകങ്ങളുടെ ഒരു കാൽക്കുലേഷന്റെ ഫലമായിട്ടാണ്. അതൊന്നും നടത്തുന്നത് നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള ധർമ്മമല്ല. ഒരു കർമ്മത്തിന് ഇന്ന തരത്തിൽ ഫലം മാത്രമേ ഉണ്ടാകൂ എന്ന് നിശ്ചയിക്കാൻ നമ്മൾ ആരുമല്ല. നമ്മളുടെ ബുദ്ധിയോ അറിവോ ഒന്നും ആ മേഖലയിൽ ഇതുവരെ വികസിതമായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കർമ്മം ചെയ്യാൻ അധികാരമുള്ളൂ. കർമ്മണീയവ അധികാരസ്ഥെ മാ ഫലേഷു കഥാചന. മാത്രമല്ല മാ കർമ്മഫലഹേതുർഭൂഹു, കർമ്മഫലം മാത്രം ഹേതുവായി പ്രവർത്തിക്കുന്നവൻ ആയിത്തീരരുത് നീ എന്ന് അർജുനോട് പറയുന്നു. മിക്ക ആളുകളും കർമ്മഫലത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. പ്രയോജനം അനുദ്ദിശ്യ ന മന്ദോപി പ്രവർത്തതേ എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. എന്തെങ്കിലും ഒരു ഫലം, ഒരു പ്രയോജനം കണ്ടുകൊണ്ടാണ് ഒരു മന്ദൻ പോലും, മന്ദൻ എന്ന് വെച്ചാൽ മന്ദബുദ്ധി പോലും പ്രവർത്തിക്കുന്നുള്ള ഈ ലോകത്ത്. അതാണ് അവന്റെ പ്രശ്നവും. ജീവിതത്തിന്റെ ആത്യന്തികമായ പ്രശ്നത്തെ നമുക്ക് അപഗ്രഥിച്ച് നോക്കുമ്പോൾ എത്തിച്ചേരുന്നത് മനുഷ്യൻ ഈ കർമ്മഫലത്തിന് വേണ്ടിയിട്ട് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ആകാംക്ഷഭരിതനായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അർജുന, നീ കർമ്മഫലം മാത്രം ഹേതുവായിട്ട് പ്രവർത്തിക്കുന്നവനായിത്തീരരുത്. വേറൊരു ഉപദേശം കൂടി കൊടുക്കുന്നു. അകർമ്മണി, അകർമ്മത്തിൽ സംഘഹാമാസ്തു, അകർമ്മത്തിലും നിനക്ക് സംഘമുണ്ടാകരുത്. അകർമ്മം എന്ന വാക്കിന് ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ്. കർമ്മം ദുഃഖമുണ്ടാക്കുകയാണെങ്കിൽ, കർമ്മഫലം ദുഃഖമുണ്ടാക്കുമെന്ന ഭയത്തില് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് കരുതരുത്. ഇവിടെ അർജുനനെ മുൻനിർത്തിക്കൊണ്ട് നോക്കുകയാണെങ്കിൽ, അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് നിഷ്ക്രിയ ജീവിതം നയിക്കാനാണ് ആഗ്രഹിച്ചത്. ഭിക്ഷാന്തേഹി എന്ന ഒരു ജീവിതമാണ് അദ്ദേഹത്തിന്റെ ചോയ്സ് ആയത്. അതൊരു നിഷ്ക്രിയത്വമാണ്. അങ്ങനെ നീ അകർമ്മത്തിലേക്ക് പോകരുത്. മാത്രമല്ല കർമ്മഫലത്തിൽ മാത്രം മനസ്സ് വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്വാർത്ഥനായിട്ട് തീരരുത്. നിനക്ക് അധികാരമുണ്ട് എന്ത്? കർമ്മം ചെയ്യുവാനായിട്ട്. നിന്നിൽ നിക്ഷിപ്തമായ, നിനക്ക് വിഹിതമായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ നീ ചെയ്യണം. അത് നിന്റെ സ്വധർമ്മമാണ്. അത് നിന്റെ സ്വധർമ്മം എന്ന രീതിയിൽ നിഷ്കാമമായി ചെയ്യണം. അതിൽ നിന്ന് കാമനയോടുകൂടിയിട്ട് നീ ആ കർമ്മങ്ങൾ ചെയ്യരുത്. കർമ്മണീയവ അധികാരസ്ഥെ, അതാണ് എന്ത്? കർമ്മയോഗം എന്ന് പറയുന്നത്. കർമ്മയോഗം എന്തിനു വേണ്ടിയാണ്? മനുഷ്യന്റെ ആന്തരികതയെ വിമലീകരിക്കുന്നു. മനുഷ്യനെ വിമലീകരിക്കാനായിട്ട് വേറെ ഒരു വഴിയുമില്ല. മനുഷ്യ മനസ്സ് തന്നെ കാമനകളുടെ ഒരു കൂമ്പാരമാണ്. ആ കാമനകളുടെ കൂമ്പാരം വീണ്ടും കൂമ്പാരങ്ങളായിട്ട് മാറുന്നത് മനുഷ്യന് കർമ്മഫലത്തിലുള്ള ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് കർമ്മഫലത്തിലുള്ള മനസ്സ് കളയുക, കർമ്മം ചെയ്യുക. നിനക്ക് അപ്പൊ കർമ്മഫലമോ അത് നിശ്ചയിക്കപ്പെടുന്നത് ഈശ്വരനാണ് എന്ന് പറയാം. ഈശ്വരൻ എന്നത് ഇവിടെ നമുക്കറിയാത്ത ഒരു നിയമം ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു നിയമം ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ നിയമത്തിന് വിട്ടുകൊടുക്കുക. ആ നിയമം അത് നടപ്പിലാക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന കർമ്മം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളതാണ്. അതിനാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യുക. ജീവിതത്തിൽ നമ്മളുടെ സ്വധർമ്മം എന്തെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മൂലഘടകം എന്താണ്? ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നിർണയിക്കുന്ന സ്വധർമ്മം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്വധർമ്മം കണ്ടെത്തി അതിൽ സമ്പൂർണമായിട്ട് അമഗ്നനാകുക. അതാണ് ജീവിതത്തിന്റെ ധന്യതയും വിജയവും സൗന്ദര്യവും ഒക്കെ. അത്തരത്തിലൊരു വ്യക്തിക്ക് അവന്റെ സ്വധർമ്മത്തിലേക്ക് വന്നുകൊണ്ട് അവൻ കർമ്മഫലത്തിൽ നിന്ന് വിമുക്തമായിട്ട്, കർമ്മഫലം അവന് വേണ്ടാന്ന് പറയാൻ പാടില്ല, അതും അവൻ ചെയ്യരുത്. കർമ്മം ചെയ്യുന്നവർക്കൊക്കെ ഫലം ഉണ്ടാകും. ആ ഫലത്തിലുള്ള ആഗ്രഹമേ കളയാൻ പാടുള്ളൂ. അതിനെയാണ് നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് കർമ്മ യോഗ എന്ന ഒരു പദമാണ് ഭഗവത്ഗീത ഉപയോഗിച്ചിരിക്കുന്നത്. കർമ്മത്തിന് ഒരു യോഗാത്മകത്വം, ഒരു ചേർച്ച ഉണ്ടാക്കുന്നു. കർമ്മത്തിന് ഒരു യോഗാത്മകമായ മാനം.
നടരാജ ഗുരു അവന്റെ കൃതികളെ തന്നെ ഡയലക്റ്റിക്കൽ എന്നാണ് അതിനെ പറയുക. ഡയലക്റ്റിക്കലാണ്, അത് ചേർക്കുന്നതാണ്, യോജിപ്പിക്കുന്നതാണ്. യോജിപ്പിക്കുന്നത് എന്തോ അതാണ് യോഗ എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കണം. എന്തിനെ യോജിപ്പിക്കുന്നു? വ്യക്തിയുടെ കർമ്മത്തെ ഈശ്വരന്റെ കർമ്മത്തിലേക്ക് യോജിപ്പിക്കുന്നു. ഈശ്വരന്റെ കർമ്മത്തിലേക്ക് വ്യക്തിയുടെ കർമ്മം യോജിച്ചിരിക്കുമ്പോൾ അത് കർമ്മയോഗയായിട്ട് മാറി. അതാണ് അതിന്റെ സൗന്ദര്യം. അതിനൊരു താളാത്മകതയുണ്ട്, പ്രാപഞ്ചികതയുടെ താളാത്മകതയുണ്ട് അതിന്. ഈ പ്രപഞ്ചം തന്നെ നാം തന്നെയായിട്ട് മാറുന്നു. പ്രപഞ്ചത്തിന്റെ താളം നമ്മളിൽ തിരതല്ലുന്നു, നമ്മുടെ താളം പ്രപഞ്ചത്തിന്റെ താളത്തിൽ ലയിക്കുന്നു. അതാണ് സ്വധർമ്മം പ്രാപഞ്ചിക ധർമ്മമായിട്ട് മാറുന്നു. ഒരു പ്രപഞ്ചത്തിലെ ഒരു ജീവിക്കും, ഒരു അണുവിന് പോലും ഒരു വ്യക്തിയുടെ സ്വധർമ്മം ഹാനി ഉണ്ടാക്കില്ല. കാരണം എന്താണ്? നമ്മിൽ സ്വധർമ്മത്തെ നിശ്ചയിച്ചു തന്നിട്ടുള്ള ആ ഈശ്വരീയമായ വ്യവസ്ഥ സർവത്തിലും ആ സ്വധർമ്മത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് വേറൊന്നിനെ പോറലേൽക്കാത്ത വിധത്തിൽ, ഹാനി വരുത്താത്ത വിധത്തിൽ ആ നിയമത്തെ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും സന്നിവേശിപ്പിച്ചിരിക്കുന്നു. ആ നിയന്താവിന്റെ കണ്ണിലൂടെയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സ്വധർമ്മത്തെ അനുഷ്ഠിക്കുക. സ്വധർമ്മം എന്തെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിനക്ക് കർമ്മത്തിലെ അധികാരമുള്ളൂ എന്ന് പറയുന്നു. കർമ്മത്തിലാണ് നിനക്ക് ചോയ്സ് ഉള്ളോ, നിനക്ക് അവകാശമുള്ളൂ. നീ ഫലത്തിലേക്ക് മനസ്സ് വെക്കരുത്. അങ്ങനെ കർമ്മത്തിൽ നിഷ്ണാതനായിരിക്കുന്ന സമയത്ത് കർമ്മം നടക്കുന്നത് വർത്തമാന കാലത്തിലാണ്. ഇതാണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കർമ്മയോഗയുടെ വശം എന്ന് പറയുന്നത്. അതായത് കർമ്മം നടക്കുന്നത് വർത്തമാന നിമിഷത്തിലാണ്. ആ വർത്തമാന നിമിഷത്തിൽ നമ്മുടെ മനസ്സും ഈ കർമ്മത്തിലേക്ക് വരണം. അങ്ങനെ വരുമ്പോൾ മനസ്സ് ഭൂതകാലത്തിലേക്കോ ഭാവി കാലത്തിലേക്കോ തെന്നിത്തെറിച്ചു പോകാതെ മനസ്സ് കർമ്മത്തിൽ ഏകാഗ്രമാകും. കർമ്മത്തിൽ മനസ്സ് വർത്തമാനകാല നിമിഷത്തിൽ ഏകാഗ്രമാകുമ്പോൾ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള കർമ്മമായിട്ട് നിങ്ങളുടെ കർമ്മം മാറുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയെ ഇന്ന് ലോകത്തിലുള്ള പല ഉൽപാദന സ്ഥാപനങ്ങളും അവരുടെ ഉൽപ്പന്നത്തിന്റെ വിജയത്തിനും അവരുടെ നിർമ്മാണത്തിന്റെ വിജയത്തിനൊക്കെ ഈ ഭഗവത്ഗീതയുടെ മാനേജ്മെന്റും ഭഗവത്ഗീതയുടെ തത്വങ്ങളൊക്കെ സ്വാംശീകരിച്ചുകൊണ്ട് കർമ്മത്തെ കൂടുതൽ എഫിഷ്യന്റ് ആക്കി മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കും നമ്മളുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ വശങ്ങളെയും ഒരു വീട്ടിലെ മാനേജ്മെന്റ് മുതൽ, ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് മുതൽ നമ്മുടെ കൊച്ചു ഓഫീസുകളിലെ മാനേജ്മെന്റ് വരെ ഒക്കെ നമുക്ക് അത് ചെയ്യാൻ കഴിയും. അതാണ് ഭഗവത്ഗീത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഗ്രന്ഥമായിട്ട് ഈ ലോകത്തിൽ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഈ ലോകത്ത് അവരവരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ കർമ്മത്തിൽ നിന്നും കർമ്മബന്ധനം ഉണ്ടാകാത്ത വിധത്തിൽ അതിനെ കർമ്മയോഗയാക്കി മാറ്റിക്കൊണ്ട് അതിനെ ഒരു സിംഫണിയാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയും. കർമ്മണീയവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന, നിനക്കൊരിക്കലും ഫലത്തില് അധികാരമില്ല. നീ അതുകൊണ്ട് ഫലചിന്ത വിടുക. ഫലചിന്തയില് മനസ്സ് വെക്കണ്ട. കാരണം മനസ്സ് കേടാവാൻ വേറെ ഒന്നും വേണ്ട. ഫലം അനുകൂലമാകാം, പ്രതികൂലമാകാം. ഫലം ഇതിന് രണ്ടിനും നടുവിൽ നിൽക്കാം, ഉദാസീനമാകാം. അങ്ങനെ ഫലം പലതരത്തിലും വരാം. നമ്മൾ ഫലം എനിക്ക് പ്രതികൂലമാകുമോ എന്ന് ആലോചിച്ചിട്ട് കർമ്മം ചെയ്യാതിരുന്നാലോ അതിനെ അകർമ്മം എന്നാണ് പറയുക. നീ അതുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. കർമ്മഫലം പ്രതികൂലമാകും എന്ന് വിചാരിച്ചുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കുന്നത് അതിനേക്കാൾ അപകടകരമാണ്. എന്ത് അപകടങ്ങളാണ് കർമ്മം ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടുന്ന ധർമ്മം ഞാൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ ധർമ്മം എൻ്റെ അകമേ ഇരുന്ന് ദുഷിക്കുകയും ചീഞ്ഞു നാറുകയും എൻ്റെ വ്യക്തിത്വത്തിന് ഒരുപാട് ന്യൂനതകൾ ഉണ്ടാവുകയും ചെയ്യും. എന്നിൽ സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കേണ്ടുന്ന ധർമ്മം പ്രവർത്തിക്കാതിരുന്നാൽ
തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന് അപചയം ഉണ്ടാകുന്നു. അങ്ങനെയാണ് പല വ്യക്തികളുടെയും ജീവിതത്തിൽ അപചയം ഉണ്ടായിട്ടുള്ളത്, ഡിഗ്രഡേഷൻ ഉണ്ടായിട്ടുള്ളത് ഒക്കെ. അപ്പൊ ഇതൊക്കെ മനഃശാസ്ത്രപരമായ നിരവധി കാര്യങ്ങളാണ്. ഭഗവത്ഗീത നമുക്ക് എത്രയും ചുരുങ്ങിയ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാ വശങ്ങളും നമുക്ക് വിശദീകരിക്കാനുള്ള സമയമില്ല. ഉള്ള സമയം കൊണ്ട് നിങ്ങൾ അതിന്റെ പ്രസക്തമായ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. ശ്ലോകം 48. യോഗസ്ഥകുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യ അസിദ്ധ്യ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. ഒരു നിർവചനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഭഗവത്ഗീതയില് 3 യോഗ എന്തെന്ന് നിർവചിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ നിർവചനമാണത്. സമത്വം യോഗ ഉച്യതേ. സമസ്ഥിതി എവിടെയാണോ, എപ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്നത്, അപ്പോഴാണ് നമ്മൾ ഒരു യോഗിയായിരിക്കുന്നത്. അതായത് നമ്മളുടെ മനസ്സൊരു സാമ്യ അവസ്ഥയെ അവലംബിക്കുന്ന സമയത്ത് നമുക്ക് യോഗാനുഭവം ഉണ്ടായി, യോഗ എക്സ്പീരിയൻസ് ഉണ്ടായി. എവിടെയാണോ നമ്മുടെ മനസ്സ് ഇരുവശങ്ങളിലേക്ക് തെന്നിപ്പോകാതെ മനസ്സ് നടുനിലയിൽ നിൽക്കുന്നത്, അതിനെയാണ് യോഗാവസ്ഥ എന്ന് പറയുന്നത്, സമത്വം. അപ്പൊ ദ്വന്ദ്ങ്ങളെ നിരാകരിച്ചുകൊണ്ട് ദ്വന്ദ്ങ്ങൾക്ക് നടുനിലയിൽ ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പ്രതലം നമ്മൾക്ക് അനുഭവപ്പെടണം. ആ പ്രതലം എവിടെയാണ്? എല്ലാവരിലും ആ പ്രതലം ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. എല്ലാവരുടെ ജീവിതത്തിലും അവരവരിൽ ആത്മാ എന്ന ഒരു സ്ഫുരണമുണ്ട്, ആത്മാ എന്നൊരു തിളക്കമുണ്ട്, ആത്മാ എന്നൊരു പ്രകാശമുണ്ട്, ആത്മാ എന്നൊരു പ്രതലമുണ്ട് എല്ലാവരിലും. മനസ്സിന്റെ സ്പർശമേൽക്കാത്ത പ്രതലമാണ്. ആ പ്രതലത്തിൽ നമുക്ക് മനസ്സിനെ കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ മനസ്സിനെ അത് സക്ക് ചെയ്തെടുക്കും. എങ്ങനെ? ഒരു എന്താ പറയുക, അതിനെ നമ്മൾ പറയാറുണ്ടല്ലോ, ബെർമുഡ ട്രയാങ്കിൾ. ആ ബെർമുഡ ട്രയാങ്കിളിലേക്ക് വരുന്ന എല്ലാറ്റിനെയും അത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് പോലെ ആത്മാവിലേക്ക് മനസ്സ് ഏകാഗ്രമായി കഴിഞ്ഞാൽ ആ മനസ്സിനെ ആ ആത്മാവ് അങ്ങ് ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അങ്ങനെ മനസ്സ് അതിൽ അമർന്ന് അതായിട്ട് തീരും. ആ നിലയിലാണ് ഒരു വ്യക്തിക്ക് സാമ്യഭാവം ഉണ്ടാകുന്നത്, സൗമ്യഭാവം ഉണ്ടാകുന്നത്, സമത്വഭാവം ഉണ്ടാകുന്നത്. ബാലൻസ് ഓഫ് മൈൻഡ് എന്ന് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യുമെങ്കിലും മനസ്സിന്റെ ബാലൻസ് അല്ലാതെ. കാരണം എന്താ? മനസ്സ് ഒരിക്കലും ബാലൻസ്ഡ് അല്ല, ഇംബാലൻസ്ഡ് ആണ്. മനസ്സൊരു കാലത്തും ബാലൻസ്ഡ് ആകൂല. മനസ്സിന്റെ അസ്തമയത്തിലാണ് ബാലൻസ് എന്ന അനുഭവം ഉണ്ടാകുന്നത്. അതായത് സാമ്യ അവസ്ഥ ഉണ്ടാകുന്നത് മനസ്സിന്റെ അസ്തമയത്തിലാണ്. മനസ്സ് അസ്തമിക്കണം, മനസ്സ് ആത്മാവിൽ ലയിക്കണം. ആ നിമിഷത്തിൽ അനുഭവപ്പെടുന്നത് എന്തോ അതാണ് ഈ സമത്വം എന്ന് പറയുന്നത്. ആ സമത്വഭാവത്തില് നമുക്ക് നേട്ടങ്ങളും നഷ്ടങ്ങളും ആലോചിച്ച് നമ്മൾ വിഷമിക്കില്ല. സിദ്ധ്യ അസിദ്ധ്യോ സമോഭൂത്വ. സിദ്ധിയിലും നേട്ടത്തിലും അസിദ്ധിയിലും നഷ്ടത്തിലും സാമ്യ അവസ്ഥയിൽ നിൽക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഈ സമസ്ഥിതി, ഈ ആത്മസ്ഥിതിയിൽ മാത്രമാണ്. അതുകൊണ്ട് യോഗസ്ഥ കുരു കർമാണി, യോഗസ്ഥനായിട്ട് നീ കർമ്മങ്ങൾ ചെയ്യൂ, കർമ്മങ്ങളെ യോഗസ്ഥനായിട്ട് ചെയ്യൂ. എന്തില്? ഈ ആത്മാവില് മനസ്സിനെ യോജിപ്പിച്ചുകൊണ്ട് വിഹിതമായ കർമ്മങ്ങളെ നീ ചെയ്യൂ. എങ്ങനെ ചെയ്യണം? സംഘം തെക്ത്വ. സംഘം ഉണ്ടാകാൻ പാടില്ല. ഫലത്തിൽ അയച്ചുവിടാതെ, മനസ്സിനെ ഫലത്തിൽ നിന്നും വിടിവിച്ചെടുക്കണം. അങ്ങനെ അതിനാണ് സംഘം തെക്ത്വ. സംഘത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, അല്ലയോ ധനഞ്ജയ, അർജുന, നീ സംഘം തെക്ത്വ,
നീ സമത്വഭാവത്തില് യോഗസ്ഥനായിട്ട് കർമ്മങ്ങൾ ചെയ്യൂ. സിദ്ധിയിലും അസിദ്ധിയിലും നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. നീ എന്ത് നേട്ടമാണ്, എന്ത് കോട്ടമാണ് എന്നതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. അത്തരം ചിന്തകളൊക്കെ ഒരു യോഗിയുടെ കർമ്മങ്ങളിൽ വരാറില്ല. നീ അതുകൊണ്ട് സാമ്യാവസ്ഥയെ ആദ്യം അവലംബിക്കും. മനസ്സിനെ ആത്മാവിൽ ലയിപ്പിച്ചിട്ട് സമസ്ഥിതിയിൽ ജീവിക്കാൻ പഠിക്കും. ആ ജീവിതത്തിൽ നിന്നിൽ വരുന്നതെല്ലാം ഏറ്റവും മനോഹരമായിട്ടുള്ള കർമ്മങ്ങളായിരിക്കും. അതിൽ നിന്ന് കർമ്മബന്ധനം ഉണ്ടാവുകയില്ല. കാരണം നീ നിൽക്കുന്നത് അഹങ്കാരത്തിലല്ല, കർത്തൃത്വത്തിലല്ല, നീ നിൽക്കുന്നത് മനോമണ്ഡലത്തിലല്ല, നീ ആത്മാവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു വ്യക്തി ആത്മാവിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സഹജമായ കർമ്മങ്ങളെ സ്വാഭാവികമായിട്ട് ആവിഷ്കരിക്കാൻ അനുവദിക്കുമ്പോൾ അതിനെ കർമ്മയോഗ എന്ന് പറയുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ട് കർമ്മങ്ങൾ ആവിഷ്കരിക്കപ്പെടുമ്പോൾ കർമ്മഫലത്തില് ആ വ്യക്തിക്ക് അശേഷം ഒരു താല്പര്യവുമില്ല. താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മഫലത്തിന് വേണ്ടിയല്ല കർമ്മം ചെയ്യുന്നത്, കർമ്മത്തിലാണ് ആനന്ദം ഇരിക്കുന്നത്. എന്നാൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ അങ്ങനെയല്ല. കർമ്മഫലം അനുകൂലമാകുമ്പോൾ ആനന്ദിക്കുന്നു, കർമ്മഫലം പ്രതികൂലമാകുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്നു. ഇത് സാധാരണ ആറ്റിറ്റ്യൂഡാണ്, കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ ആനന്ദിക്കുന്നു. എന്നാൽ ഈ കർമ്മം ചെയ്യുമ്പോൾ ആനന്ദിക്കുന്നു, ആസ്വദിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ആനന്ദത്തിന് ഒരിക്കലും ഒരു മറുപുറമില്ല. കാരണം സമസ്ഥിതിയിൽ നിന്ന് കർമ്മം വരുമ്പോൾ അത് ആനന്ദം മാത്രമാണ്, അതിൽ ദുഃഖമില്ല. ദുഃഖമില്ലാത്ത ആനന്ദമാണ് പരമാനന്ദം എന്ന് പറയുന്നത്. ആ പരമാനന്ദത്തിലാണ് ശിവഭഗവാൻ നൃത്തം ചെയ്യുന്നത് പോലും ആയിട്ട് നമ്മുടെ പുരാണങ്ങള് ഭാവന ചെയ്തിരിക്കുന്നത്. അപ്പൊ നൃത്ത സവിശേഷമായിട്ടുള്ള കർമ്മമായിട്ട് നമ്മളുടെ കർമ്മം മാറുന്നു. അത് കർമ്മയോഗിയായിട്ട് തീരുന്നു. അത് ആനന്ദമാണ്, അത് ജീവിതത്തിന്റെ ധന്യതയാണ്. അത് ചിത്തശുദ്ധീകരണത്തിന് സഹായിക്കുകയും പിന്നീട് ജ്ഞാനത്തിലേക്ക് നമ്മൾ നയിക്കുകയും അത് പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷം ഒരു മനുഷ്യനുണ്ടാക്കി തരികയും ചെയ്യുന്നു. ഇത്തരം വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, ഒരു വിഷൻ ഭഗവത്ഗീതയ്ക്കുണ്ട്. ഭഗവത്ഗീത ഈ തത്വങ്ങളെ ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കും. നമുക്ക് ഒരു ജീവിത വീക്ഷണം ഉണ്ടാക്കി തരും. നമ്മുടെ ജീവിത വീക്ഷണത്തിന് ഏത് ഊണിലും ഉറക്കത്തിലും നമുക്ക് ആ കാഴ്ച നഷ്ടപ്പെടാതെ, ആ ലക്ഷ്യം നഷ്ടപ്പെടാതെ നിരന്തരമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നു, നമ്മളെ ബോധമുള്ളവനാക്കുന്നു. അത്തരം അവബോധത്തിൽ ഉണർന്നിരുന്നു കൊണ്ട് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഇന്ന് നമുക്ക് അടുത്ത ആഴ്ചയിൽ എടുക്കാം ക്ലാസ്. നമസ്തേ. ഓം.